ക്ലോസ്. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി ചിക്കൻ ഗ്രില്ല് ചെയ്തതാണ്. നല്ല അടിപൊളി ഒരു മസാലയാണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഫുൾ ചിക്കൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി നമ്മൾ അമ്മിക്കല്ലിലിട്ട് അരച്ചെടുക്കുവാണ് കേട്ടോ. അരച്ചല്ലോ കേട്ടോ, ഒന്ന് ചതച്ചെടുക്കണം. ആ മാംസമൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അമ്മിക്കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കുവാണ് കേട്ടോ. മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ആ കാൽഭാഗമൊക്കെ ഒന്നൊന്ന് ചതച്ചെടുക്കണം, ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷമാണ് മസാല പുരട്ടുന്നത്. ഇതിനകത്ത് തന്നെ ഈ അമ്മിക്കല്ലിൽ തന്നെ നമ്മൾ അരച്ചാണ് മസാല റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും വെള്ളമൊക്കെ ഒന്നുകൂടെ ഒന്ന് തേച്ച് നന്നായിട്ട് അമ്മിക്കല്ലിട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ. എന്നെക്കൊണ്ട് ചതയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ ഒരാൾ വന്ന് ചതച്ച് തരുവാണ് കേട്ടോ എനിക്ക്. ഇങ്ങനെ നമ്മൾ ചതയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഉൾഭാഗമൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വെന്തും വരും. മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് വരഞ്ഞും കൂടെ കൊടുക്കുക പിച്ചാത്തി കൊണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അമ്മിക്കല്ലിലിട്ട് അരച്ചെടുക്കുവാണ് കേട്ടോ. ഒരു സവാള മതി. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമുക്ക്. അപ്പോൾ കൊച്ചുള്ളിയും ചേർക്കുന്നുണ്ട് കേട്ടോ. കൊച്ചുള്ളിയും കുറച്ച് ഒരു പിടിയോളം കൊച്ചുള്ളിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഇത് കേട്ടോ. അപ്പോൾ അരകല്ല് നമ്മൾ എടുക്കുന്നതിന് മുമ്പേ അരകല്ല് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി, ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഒത്തിരി ഇട്ട് കഴുകേണ്ട ആവശ്യം വരുന്നത്. ഉപയോഗിക്കാതെ ഇരിക്കുന്ന അരകല്ലൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകുകയും ചൂടുവെള്ളം ഒഴിച്ച് ഒരു 3-4 റൗണ്ട് ചൂടുവെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കാതിരിക്കുന്ന അരകല്ലായിരുന്നു. അപ്പോൾ നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ചൂടുവെള്ളം ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഒഴിക്കണം. അപ്പോൾ ഒഴിച്ച് നല്ല വൃത്തിയാക്കി അതിന് ശേഷം മാത്രമാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരകല്ല് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അരകല്ലിനോട് ആർക്കും വലിയ പ്രിയം കാണത്തില്ല. എല്ലാം മിക്സിയൊക്കെ ആണല്ലേ. പക്ഷേ ഈ അരകല്ലിലിട്ട് അരച്ച് ചേർക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചതച്ചും ഒക്കെ ചേർക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ പണ്ട് കാലത്തെ രീതി തന്നെയാണ്. ഇങ്ങനെയൊക്കെ അരച്ചുമൊക്കെ അല്ലേ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ മിക്സിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവാണ് കേട്ടോ. ഒത്തിരി അങ്ങ് അരയ്ക്കുന്നില്ല, ചതച്ചെടുക്കുവാണേ. അപ്പോൾ ഇനി ഇതിൻ്റെ ഉൾഭാഗത്തേക്കും നമുക്ക് കുറച്ച് മസാലയൊക്കെ പുരട്ടി വെക്കണം. അപ്പോൾ അതിന് ഉൾഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ അരകല്ലിലോട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയും പുതിനയുമാണ് അരയ്ക്കുന്നത്. നമ്മൾ ചിക്കൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും മല്ലിയും പുതിനയൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. മല്ലിയും പുതിനയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് അരച്ചെടുക്കണേ. അപ്പോൾ ഈ ചതച്ചതിനകത്ത് കുറേ വെളി പോയതൊക്കെ അങ്ങ് പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചതയ്ക്കുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് തെറിച്ച് പോകും കേട്ടോ, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും. അപ്പം ഉള്ളതൊക്കെ വെച്ച് നമ്മൾ അരച്ചങ്ങ് എടുക്കുവാണേ. ഇത് അരഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ചേർക്കുന്നത്. ഇതിൻ്റെ അകത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ച് പുരട്ടിയിട്ടാണ് നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്നത്. ഈ സമയത്ത് ലേശം ഉപ്പും കൂടെ യോജിപ്പിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മല്ലിയും പുതിനയും ഒരേ അളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ കുരുമുളകും കൂടെ ചേർക്കാൻ മറക്കരുത് കേട്ടോ. നല്ല എരിവ് വേണം, നമ്മൾ ഗ്രില്ല് ചെയ്യുമല്ലേ. അപ്പോൾ നല്ല എരിവ് വേണം. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അതുപോലെ തന്നെ ഗരം മസാലയും കൂടെ പൊടിച്ച് ചേർക്കുവാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാലക്കൂട്ട് റെഡിയാകും കേട്ടോ. ഈ സമയത്ത് ലേശം ഉപ്പിട്ട് കൊടുത്ത് അരയ്ക്കാൻ വേണ്ടി മറക്കരുത്. ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ തൈരാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിന് പകരം നമ്മൾ തൈര് ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് റെഡിയാകും കേട്ടോ. അപ്പോൾ ചിക്കനെ ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കുവാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിലിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് നിന്ന് അരച്ചിട്ട് നമ്മളെല്ലാം കൂടെ യോജിപ്പിച്ചെടുത്ത് നമ്മുടെ ചിക്കനിലോട്ട് പുരട്ടി വെക്കുവാണേ. ഇപ്പോൾ ഞാൻ അരകല്ലിട്ട് അരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണേ. നേരത്തെ നമ്മൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞെരടി എടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കനിലോട്ട് പുരട്ടുവാണ് കേട്ടോ ഞാൻ. തൈര് ആവശ്യത്തിന് ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ലൂസി ആയിട്ട് വേണം നമ്മുടെ ഗ്രേവി എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ചിക്കൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെക്കുകയാണ് കേട്ടോ. ഇത് നമ്മളിതായി മസാല പുരട്ടിയതിന് ശേഷം ഒരു 1/4 മണിക്കൂറോളം ഞങ്ങൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തത് കേട്ടോ. 3/4 മണിക്കൂറോളം നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തത്. അപ്പം കാലിലും കയ്യിലും ഒക്കെ ഒന്ന് പുരട്ടി നന്നായിട്ട് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കുട്ടനോട് അടിപൊളിയായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കല്ലൊക്കെ വൃത്തിയായി കഴുകി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ കുട്ടനെ കൊണ്ട് നമ്മുടെ അടുപ്പിൻ്റെ ഭാഗത്തോട്ട് പോകാം കേട്ടോ. അപ്പം ഞാനിവിടെ നേരത്തെ തന്നെ എല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇത് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കനലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എനിക്ക് ഗ്രില്ലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തന്നു. ഇനി നമുക്കിതിലേക്ക് വാഴയിലയാണ് വെക്കേണ്ടത്. വാഴയിലയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വാഴയില നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വാഴയില എടുത്തിട്ട് കുറച്ച് കൂടുതൽ വാഴയില നമ്മൾ കരിഞ്ഞു പോകുന്നതനുസരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഴയില അതിനകത്തേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ എടുത്ത് വെക്കാൻ പോവാണ് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ നമ്മൾ മസാല പുരട്ടിയത് എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചു കേട്ടോ. ഇത് വേകാൻ വേണ്ടിയിട്ട് ഏകദേശം 3/4 മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടെ ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേട്ടന് കപ്പ കിട്ടിയത് കേട്ടോ. കുറച്ച് കപ്പയും മേടിച്ചുകൊണ്ട് വന്നു. അപ്പം നമുക്ക് കപ്പയും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് കപ്പയും കൂടെ പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കപ്പയെല്ലാം മുറിച്ചെടുക്കുവാണ് കേട്ടോ. മുറിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് നമ്മൾ കുക്കർ വെച്ച് പെട്ടെന്നൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഴയില നമ്മൾ എടുത്ത് വെക്കും, വീണ്ടും മാറ്റുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊന്നും കരിഞ്ഞങ്ങ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പുറത്തൊക്കെ ഇരിക്കുന്നത് വാഴയിലയുടെ ആ ഒരു കരിവൊക്കെയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. മല്ലി ഇലയുടെയും ആ പുതിന ഇലയുടെയും ഒക്കെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതുമായിട്ട് കഴിക്കുവാണ് കേട്ടോ. നല്ല മസാലയായിരുന്നു, കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ദേവക്കുട്ടിയും കൂടെ കഴിക്കുന്നുണ്ട്. അവൾക്ക് ഈ ക്യാരറ്റും തക്കാളിയും ഒക്കെ എടുത്ത് വെച്ചാണ് അത് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പയും നല്ല ചിക്കൻ ഗ്രില്ലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതെല്ലാവരും ഈ കൂട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.